ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് 50% തീരുവ പ്രഖ്യാപിച്ച ഡൊണാൾഡ് ട്രംപിന് പരോക്ഷ മറുപടി നൽകി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യ താൽപര്യത്തിന് ഇന്ത്യ മുൻഗണന നൽകിയെന്ന് പറഞ്ഞ പ്രധാനമന്ത്രി കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളും അടക്കമുള്ളവരുടെയും താൽപര്യങ്ങളിൽ രാജ്യം ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്നും അറിയിച്ചു. അതേസമയം ട്രംപിന്റെ താരിഫ് ഭീഷണി ഇന്ത്യൻ വിപണിയെ കാര്യമായി ബാധിച്ചില്ല എന്നതാണ് ശ്രദ്ധേയം. ഡോളറിന് മുന്നിൽ രൂപയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ഇന്ന് ഉണ്ടായത്. ട്രംപിന്റെ പുതിയ തീരുവകൾ നിലവിൽ വന്നതിന് പിന്നാലെയാണ് പ്രധാനമന്ത്രിയുടെ മറുപടി. ട്രംപിന്റെ തീരുമാനത്തെ കടുത്ത ഭാഷയിലാണ് മോദി വിമർശിച്ചത്. രാജ്യ താൽപര്യം സംരക്ഷിക്കാൻ അനിവാര്യമായ നടപടികൾ സ്വീകരിക്കുമെന്ന് പ്രധാനമന്ത്രി വ്യക്തമാക്കി. ഡൽഹിയിൽ നടന്ന എം.എസ്. സ്വാമിനാഥൻ ശതാബ്ദി അന്താരാഷ്ട്ര സമ്മേളനത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു നരേന്ദ്രമോദി. കർഷകരുടെ താൽപര്യത്തിനാണ് പ്രഥമ പരിഗണന. ഇന്ത്യയിലെ കർഷകരുടെയും കന്നുകാലി വളർത്തുന്നവരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങളിൽ രാജ്യം ഒരിക്കലും വിട്ടുവീഴ്ച ചെയ്യില്ല എന്നും അദ്ദേഹം വ്യക്തമാക്കി. हमारे लिए अपने किसानों का हित सर्वोच्च प्राथमिकता है. भारत अपने किसानों के, पशुपालकों के और मछुआरे भाई बहनों के हितों के साथ कभी भी समझौता नहीं करेगा. और मैं जानता हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी, लेकिन मैं इसके लिए तैयार हूं. मेरे देश के किसानों के लिए, मेरे देश के मछुआरों के लिए, मेरे देश के पशुपालकों के लिए आज भारत तैयार है. ട്രംപിന്റെ നടപടി യുക്തരഹിതമെന്ന് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി. US നടപടി ഇരട്ടത്താപ്പെന്നാണ് ഇന്ത്യയുടെ നിലപാട്. ഇന്ത്യയേക്കാൾ കൂടുതൽ റഷ്യൻ എണ്ണ വാങ്ങുന്ന രാജ്യമാണ് ചൈന. ചൈനയ്ക്ക് 90 ദിവസത്തെ സമയമാണ് ട്രംപ് നൽകിയിരിക്കുന്നത്. എന്നാൽ ഇന്ത്യക്ക് 3 ആഴ്ചത്തെ സമയം മാത്രമാണ് നൽകിയിട്ടുള്ളത്. ഇതടക്കം ചൂണ്ടിക്കാട്ടിയാണ് US-നെതിരെ ഇന്ത്യ വിമർശനം ശക്തമാക്കുന്നത്. ട്രംപിന്റെ ഇരട്ടത്താപ്പിൽ ഇന്ത്യ ഉടനെ മറുപടി നൽകില്ല എങ്കിലും ലോകരാജ്യങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താനാണ് നീക്കം. അതേസമയം റഷ്യയിൽ നിന്നും എണ്ണ വാങ്ങാതിരിക്കാനുമാവില്ല, ട്രംപിനെ പിണക്കാനും വയ്യ എന്ന സാഹചര്യമാണ് ഇന്ത്യക്ക്. റഷ്യയുമായി US ചർച്ചകൾ നടത്തുന്നതിനിടയിലാണ് ഇന്ത്യക്കുമേൽ ട്രംപ് 50% തീരുവ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ട്രംപ് വൈകാതെ പുടിനുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് റിപ്പോർട്ടുകൾ. ട്രംപ് പുടിൻ കൂടിക്കാഴ്ചയിൽ സമവായമുണ്ടായാൽ അത് ഇന്ത്യക്കും നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ. അതേസമയം ട്രംപിന്റെ താരിഫ് ഭീഷണി ഇന്ത്യൻ വിപണിയെ ഇതുവരെ കാര്യമായി ബാധിച്ചിട്ടില്ല എന്നതാണ് ശ്രദ്ധേയം. ഡോളറിന് മുന്നിൽ രൂപയുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ഇന്ന് ഉണ്ടായത്. ന്യൂസ് ഡെസ്ക്, അമൃത ന്യൂസ്.